ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിപ്പം തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള കുമിളിക്കും അടുത്തുള്ള ലോവർ ക്യാമ്പിലാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് പച്ചപ്പുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ഭാഗത്ത് കുറേ മരങ്ങളും പച്ചപ്പൊക്കെ കൂടുതലുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ മുല്ലപ്പെരിയാറിൻ്റെ ഉപജീവിതാവായ പെന്നിക്കൊക്കിൻ്റെ സ്മാരകമൊക്കെ ഇവിടെ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ലോവർ ക്യാമ്പിൽ വന്നപ്പോഴേ ഇവിടെ നമുക്കൊരു അമ്പലമൊക്കെ കാണാവേ. അമ്പലവും അതിനോട് ചേർന്ന് ഒരു ആൽമരവും പിന്നെ അപ്പുറത്തെ റോഡ് സൈഡിലൊരു വെയിറ്റിംഗ് ഷെഡും ബസ് സ്റ്റോപ്പാണ് ഇവിടെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിൻ്റെ ചുറ്റോടി ചുറ്റും. ഈ അമ്പലത്തിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു മനോഹരമായൊരു ചെറിയ കടയൊക്കെ കാണാം. നമുക്ക് ഈ വഴിയെ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാലേ ഇവിടെ ഒരു സംഭവമുണ്ട് കാണാൻ വേണ്ടി. ചെറിയൊരു പാർക്കും പരിപാടിയൊക്കെ ആയിട്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എൻജിനീയർ പെന്നിക്കൊക്കിൻ്റെ ഒരു സംഭവമൊക്കെ ഇവിടെ കാണാം നമുക്ക്. അവിടെ ഒരു സ്റ്റാറ്റ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ മിനി പാർക്കൊക്കെ ഉണ്ടേ. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. കുറച്ച് മുന്നോട്ട് പോകണം. പോകുന്ന വഴിക്ക് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ട് പോകാവേ. തമിഴ്നാട്ടിലെ റോഡിൻ്റെ ഒരു നിർമ്മാണവും മറ്റു പരിപാടികളുമൊക്കെ കണ്ടോ, എത്ര മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുമിളിക്ക് കയറി പോകാം. ഇവിടുത്തെ റോഡിൻ്റെ സിഗ്നൽ ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ടോ. സൂക്ഷിച്ച് പോയാൽ ദുഃഖിക്കണ്ടെന്നാണ് അവർ പറയുന്നത്. റോഡ് നല്ലതാണെന്ന് വിചാരിച്ച് അത്രയും ഒരു സ്പീഡൊന്നും എടുത്ത് പോകണ്ടെന്ന്. ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ തമിഴ്നാടിൻ്റെ ബസ്സൊക്കെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ. ഇവരുടെ പച്ച ബസ്സുണ്ട്, അതാണ് കാണാൻ ഭംഗി. പറഞ്ഞു തീർന്നത് ഇതേ വരുന്നത് പച്ച ബസ്. ആ റോഡെ അവനിങ്ങനെ വരുന്നൊരു കാഴ്ച ഉണ്ടോ. ആദ്യകാലത്ത് ഈ പച്ച ബസ്സായിരുന്നു കൂടുതലും. പിന്നെയാണ് മറ്റുള്ള കളറിലുള്ള ഹൈടെക് വണ്ടികളൊക്കെ വരാൻ തുടങ്ങിയത്. ഇവിടുന്ന് ഇങ്ങോട്ട് വേണം കയറി പോകാനേ. ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മുകളിൽ കാണുന്ന മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് ആ മലയുടെ മുകളിലുണ്ടത്. പണ്ടൊരിക്കൽ നമ്മളവിടെ കഴിഞ്ഞ കൊല്ലം ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. ഇക്കൊല്ലം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അങ്ങോട്ടുള്ളൊരു എൻട്രൻസ്. അവിടെ ഒരു അമ്മച്ചിയൊക്കെ ഇരിപ്പുണ്ടേ. അവർ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. നല്ല രസമുണ്ട് ഇതിൽ ഇങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു സ്റ്റാറ്റ്യൂ ഒക്കെ വെച്ചിരിക്കുന്നത്. കണ്ടോ, പെന്നിക്കൊക്കിൻ്റെ ഒരു ശില്പം വെച്ചിരിക്കുന്നുണ്ടോ. പെന്നിക്കൊക്കിനെ തമിഴ്നാട്ടുകാർ ദൈവത്തെ പോലെയാണ് ആരാധിക്കുന്നത്. കാരണം അവർക്ക് കുടിവെള്ളം ഉണ്ടാക്കി കൊടുത്തൊരു മനുഷ്യനാണ്. ആദ്യത്തെ കാലത്ത് മദ്രാസ് ഗവൺമെൻറ് ഈ ഡാമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് വലിയ മഴയൊക്കെ വന്നപ്പം പൊട്ടിപ്പോയി ഒലിച്ചു പോവുകയൊക്കെ ചെയ്തപ്പം ഈ പെന്നിക്കൊക്ക് പുള്ളിയുടെ നാട്ടിൽ പോയി ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റിട്ട് ആ പണം കൊണ്ട് വന്നാണ് ഈ കാണുന്ന മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയത്. ചരിത്രങ്ങളൊക്കെ മറ്റേ ഇതിലൊക്കെ നോക്കിയാൽ കാണാം കേട്ടോ. ഇവിടെ അതിൻ്റെ കുറേ ഫോട്ടോസും മറ്റ് ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടുകാരുടെ ഒരു കൺകണ്ട ദൈവമാണ് ഈ പെന്നിക്കൊക്ക്. തമിഴ്നാടൊക്കെ ഒരു കാലത്ത് വരണ്ട് ഉണങ്ങി കിടന്ന സ്ഥലമായിരുന്നു, കൃഷിക്കൊന്നും പറ്റാതെ. ഈ മുല്ലപ്പെരിയാറിലെ ജലം വൈഗാ നദിയിലോട്ട് എത്തിക്കുന്ന ആ ഒരു രീതിയിൽ വന്നപ്പോഴാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ പച്ചക്കറിയും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കൂടുതൽ ഉപഭോക്താക്കൾ നമ്മളാണ് കേട്ടോ. ഉണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യം കണ്ട പെന്നിക്കൊക്കിൻ്റെ ഒരു കസേരയൊക്കെ ആയിരുന്നു. ഇവിടെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ജയലളിതയുടെ കാലത്താണ് ഇതിവിടെ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ ഈ മനോഹരമായ ഒരു ഗാർഡനാണിത്. ഈ ഗാർഡൻ നമുക്ക് ചുറ്റും നടന്നൊന്ന് കണ്ടുവരാവേ. ഒത്തിരി ഭംഗിയുണ്ടോ അത് കാണാനായിട്ട്. നല്ലതായിട്ട് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ഇവരെ. പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആക്കാമായിരുന്നു. ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ഒരു ഈന്തപ്പനയും അതും ഇതൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ അപ്പുറത്തെ സൈഡിലൊരു സാധനമുണ്ട്, അത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇതിലേ അങ്ങനെ പോയി കഴിയുമ്പോഴേ ഈ ഒരു ഭാഗത്തുനിന്നും ഈ ഒരു ഇതിൻ്റെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആ മലനിരകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ആ മലകൾക്ക് ഇപ്പുറത്ത്
തമിഴ്നാടും അപ്പുറം കേരളവുമാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകാം കേട്ടോ. ഇതിൽ താഴെ ചെന്ന് കഴിഞ്ഞാൽ അതിന് താഴെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് പണ്ട് മുല്ലപ്പെരിയാറ്റിൽ കൂടെ ബോട്ട്, അവിടെ ഉണ്ടായിരുന്നൊരു ബോട്ടിൻ്റെ ഒരു ഭാഗമാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇതിൽ കൂടെ അവർ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവരിപ്പോഴും ഇതിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെ അവരിതിവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി ഭംഗിയുണ്ട് അത് കാണാനേ. പിന്നെ ഇതിനുള്ളിൽ കൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ താഴെ ഒരുപാട് മരങ്ങളൊക്കെ പൂത്തും അല്ലാതെയൊക്കെ നല്ല പച്ചപ്പായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. എന്തായാലും നല്ല ഈ തമിഴ്നാട്ടിലെ ആ ഒരു ചൂടിൻ്റെ കാലാവസ്ഥയ്ക്ക് ഇവിടെയൊക്കെ കുറച്ച് നേരം കയറിയിരിക്കുവാണെങ്കിൽ നല്ലൊരു തണുത്ത കാറ്റൊക്കെ കിട്ടും. തണലത്ത് ഇങ്ങനെ ഇരിക്കാം കുറേ നേരം. പക്ഷേ എന്തോ ഇന്നധികം ആളൊന്നും ഇവിടെ കണ്ടില്ല. ചിലപ്പോൾ പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ വന്നപ്പോൾ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ എന്തെങ്കിലും അവധി പ്രമാണിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വരും കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന കേരളക്കാരും അത്യാവശ്യം ഇവിടെ വരാറുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലെ മുന്നോട്ട് പോയിട്ട് അപ്പുറത്തെ സൈഡിലും കൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു വരാമേ. ഇതിലെ ഇങ്ങനെ പോകുമ്പോഴേ രാത്രിയൊക്കെ ഇതിനുള്ളിൽ കുറേ ലൈറ്റ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നേ, വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇച്ചിരൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. എന്നാലും പകൽ ഇത്രയും നമുക്ക് നല്ലൊരു പച്ചപ്പും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടേ. ഈ വഴിക്ക് നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിയുമ്പം അതിൻ്റെ ആ സന്ദർഭത്തിന് അടുത്തോട്ട് ഇവിടെ ചെമ്പകം പൂ നോക്കുന്നുണ്ടോ, നിറച്ച് പൂ ഇട്ടേക്കുവാണേ, നല്ല വെള്ളപ്പൂ. ഇതിൻ്റെ മണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാലേ നല്ല മണം ഇവിടെ ആ ചെമ്പകപ്പൂവിൻ്റെ. നമ്മൾ സാധാരണ ചെമ്പകമല്ല, ഇച്ചിരൂടെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ചെമ്പകമാണിത്. ഇതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കൂടെ ഉണ്ടേ, അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് തിരിച്ച് വഴിയിലോട്ട് പോകാവേ. കണ്ടോ, ഇവിടെയും ഒരു ചെമ്പകം പൂത്ത് നിൽക്കുന്നുണ്ടോ. അത് നമ്മൾ ഇച്ചിരി ദൂരത്തിലാണ് കാണുന്നത്, അത്രയും അടുത്ത് പോയിട്ടില്ല. ഇനി നമുക്ക് തിരിച്ച് താഴെ വഴിയിലേക്ക് പോകാം. ആ ചെമ്പകപ്പൂവൊക്കെ ഒന്നുകൂടെ കണ്ട് ഒത്തിരി ഭംഗിയുണ്ടോ കേട്ടോ അത് കാണാൻ. നിറച്ച് ഇതുപോലെ ചെടിമരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മരങ്ങൾ കുറേ ഉണ്ട്, എല്ലാത്തിലും ചെടിയൊന്നും അങ്ങനെയില്ല. അല്ല ചെടിയല്ല, പൂക്കളൊന്നും അങ്ങനെയില്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറേ മഞ്ഞപ്പൂക്കളൊക്കെ കാണാം. ഇവിടെ എന്തോ ഭക്ഷണമൊക്കെ കഴിക്കുക. ഇവിടെയൊക്കെ കാണാൻ വന്ന ആൾക്കാരാണ്. താഴെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടേ. അതിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റിൻ്റെയാണ്. ഒരു മരങ്ങളൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ല അത് കാണാൻ, നല്ല പൊക്കമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ പച്ചപ്പും. ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു KSRTC മധുരയിൽ നിന്ന് പോകുന്ന ബസ്സാണ് അത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഈ പുളിമരമാണ് ഇവിടുത്തെ വലിയൊരു ഹൈലൈറ്റ് പരിപാടി. ഇത് തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലത്തുണ്ട് ഈ പുളിമരം, തമിഴ്നാടിന് തണൽ കൊടുക്കാൻ. ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു ബസ്സൊക്കെ വരികയാണെങ്കിൽ കാണാൻ ഒത്തിരി ഭംഗിയായിരുന്നു. പറഞ്ഞു തീർന്നില്ല, അത് ഒരു ബസ് അങ്ങോട്ട് പോകുന്നു, കുമളിക്ക് പോകുന്ന ബസ്സാകെ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബസ് പിടിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മെയിൻ റോഡെ ഇപ്പോൾ താഴെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു മരമൊക്കെ നിൽക്കുന്ന കാണാവേ. താഴെ ഒരു വലിയ മരമുണ്ട്, അതും കാണാം നമുക്ക്. വലിയ മരം എന്ന് പറഞ്ഞൊരു പുളിമരമുണ്ട് താഴെ നിൽക്കുന്നത്, ഞാൻ അതിനെ കാണിച്ചു തരാം. ഈ പുളിമരത്തിനൊക്കെ നല്ല ആയുസ്സുള്ള മരം കേട്ടോ. എത്ര വർഷം നിൽക്കുമെന്ന് അറിയുമോ അത്? അതിൻ്റെ ഒന്നും തന്നെ പോകാനില്ല, ഭയങ്കര ഉറപ്പുള്ളൊരു മരം. ഇവിടുന്ന് തേനിക്കൊക്കെ ഉള്ള ദൂരം കൊടുത്തിരിക്കുന്നുണ്ടോ. ദിണ്ടുക്കൽ 131 കിലോമീറ്റർ. ഇതിലേ അങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയില്ല. ഈ മരങ്ങൾക്കിടയിൽ കൂടെ അങ്ങോട്ടുള്ള കാഴ്ചകളെ. ഇതുണ്ട്, ഈ ഒരു മരം കണ്ടോ, ഇതൊരു പുളിമരമാണേ. എന്തോ ഒരു വലിപ്പമുള്ള മരമാണ് നോക്കിയത്. ഇതൊക്കെ എത്ര വയസ്സുണ്ടാവൂലേ. നമുക്ക് പോകാനുള്ളൊരു ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വരികയാണെങ്കിൽ അതിൽ കയറി പോവാട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ലോവർ ക്യാമ്പിലെ പെന്നിക്കോക്കിൻ്റെ ഈ ഒരു സ്മാരകവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ. ഒരുപാട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കാനുള്ളൊരു സംവിധാനമില്ല. അപ്പം ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കുറേ ഗ്രാമക്കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ.